ഡോക്ടറെ, കൊച്ചിനാണെങ്കിൽ രാത്രി മുഴുവൻ പനിയും ചുമയൊക്കെ ആയിരുന്നു. ഒരു ബോളൊക്കെ ഉറക്കിയിട്ടില്ല. അടിനോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അനസ്തേഷ്യയുടെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ പേടിയാ, അതും പിള്ളേർക്ക്. അത് റിസ്ക് അല്ലേ ഡോക്ടറെ? അനസ്തീഷ്യ റിസ്ക് ഉണ്ടോന്ന് അറിയണം. താൻ ഇരിക്ക്. എടോ, താൻ ഡ്രൈവ് ചെയ്തല്ലേ ഇങ്ങോട്ട് വന്നത്? ഡ്രൈവിങ്ങിന് റിസ്ക് ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? കൃത്യമായ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുത്ത് ട്രാഫിക് റൂൾസ് ഒക്കെ ഒബേ ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയുള്ളൂ അനസ്തീഷ്യയുടെ കാര്യം. കൃത്യമായ ചെക്കപ്പ് നടത്തി പേഷ്യന്റിനെ പ്രിപ്പയർ ചെയ്ത് കൃത്യമായി നിരീക്ഷിച്ചാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ റിസ്കുകളും വളരെ കുറവാണ് കേട്ടോ. എന്ത് ചെക്കപ്പ് പ്രിപ്പറേഷനോ നടത്തുന്നേ? എടോ, കുട്ടി സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണ്ടേ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുട്ടിയുടെ ഹിസ്റ്ററി, ക്ലിനിക്കൽ ഇവാലുവേഷൻ, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഇതെല്ലാം കഴിഞ്ഞാണ് സർജറിക്ക് ഫിറ്റ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായി ഫാസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് വേണം സർജറി ചെയ്യാൻ. ഇതൊക്കെ ഉറപ്പുവരുത്തിയിട്ടാണ് അനസ്തീഷ്യ കൊടുക്കുന്നത്. അപ്പൊ ഈ സർജറിയുടെ സമയത്ത് എന്തെങ്കിലും റിസ്ക് വന്നാലോ? മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടെ ത്രൂ ഔട്ട് ദ സർജറി കുട്ടിയുടെ ഹാർട്ട് റേറ്റ്, ഓക്സിജൻ ലെവൽ ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. കൂടാതെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീം എപ്പോഴും കുട്ടിയുടെ കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് താൻ ധൈര്യമായി പോയി ഡേറ്റ് എടുത്തോളൂ. ഇപ്പോഴും ഡോക്ടറെ സമാധാനമായത്. താങ്ക് യു. നോ റിസ്ക്.